ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ചെയ്ത ഷോർട്സിൻ്റെ വീഡിയോ ആണെന്ന്. അപ്പോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് വാക്സ് ഷീറ്റ് അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റ്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗം മൂൺ സ്റ്റോണാണ്. കുന്തൻ സ്റ്റോണിൽ മൂണാണ്. ഇത് ഗ്ലാസ്സിലുള്ള സ്റ്റോണാണ്. സെൻറ്ററിൽ ഞാനൊരു സൺഫ്ലവറിൻ്റെ പാച്ചസ് വെച്ചു. അതിനുശേഷം അതിന് ഒരു ലെയർ ഞാൻ സ്റ്റോൺ ചെയിൻ കൊണ്ട് കവർ ചെയ്തെടുത്തു. ഇത് പേൾ ചെയിൻ ആയാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ചെറിയ സൈസിലുള്ളതാണ് എടുത്തത്. 10 മില്ലിമീറ്ററിൻ്റെയാണ് എടുത്തിരിക്കുന്നത് ഫ്ലവർ. കുറച്ചുകൂടെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലവറൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഞാൻ സ്ഥിരം പറയാറുണ്ട്, നമ്മുടെ കൈ അധികം തൊടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ നല്ലത് പൂർണ്ണമായി ഒട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ച് തുടങ്ങി അതെല്ലാം ഇളകി വരും നമ്മുടെ കയ്യിലോട്ട്. അപ്പോൾ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് തൊടുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂൺ കുന്തൻ സ്റ്റോൺ, ഇത് പല കളറിലുണ്ട് നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ അതേ ഷേപ്പിൽ, ആ മൂണിൻ്റെ ഷേപ്പിൽ തന്നെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പോ ഓർഡറോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം 1 by 1 ആയിട്ട് നമ്മളത് എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഞാൻ നീഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് എടുത്ത് വയ്ക്കാൻ പറ്റും. അല്ലാതെ ഓരോന്നായിട്ട് വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് ഏകദേശം അങ്ങ് ഫിനിഷ് ചെയ്ത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അത് നമ്മുടെ ബാക്ക് ഷീറ്റ് വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് അതിരിക്കും. അതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. ചിലപ്പോൾ നമ്മൾ വെക്കുമ്പോൾ അതിൽ ഓർഡർ ചിലപ്പം കുറച്ച് ഗ്യാപ്പൊക്കെ വരും. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് അവസാനം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിന് കട്ട് ചെയ്യുക. അതിനുശേഷം പുറത്തോട്ട് നിൽക്കുന്നതെല്ലാം നമ്മുടെ ലൈറ്റർ കൊണ്ട് ഇങ്ങനെ ഉരുക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഉരുക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് അപ്പോൾ നമ്മൾ ഈ ലൈറ്റർ വെച്ച് ഉരുക്കുമ്പോൾ ഒന്നും ചെയ്യില്ല കേട്ടോ. ആ സ്റ്റോണിനോ ഒന്നും സംഭവിക്കില്ല, ഒന്നും ചെയ്യത്തില്ല. അത് പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കും. അതിനുശേഷം ഞാൻ 4.5-ൻ്റെ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തത്. 4.5-ൻ്റെ അലിഗേറ്റർ ക്ലിപ്പിൽ ഞാൻ ഒരു സൈഡിൽ പകുതി അത് ഞാൻ നോക്കിയിട്ടാണ് വെച്ചത്, നമ്മളുടെ ബീഡ്സും വെക്കാനായിട്ട്. പകുതി ഞാൻ ഗം അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മളുടെ സ്റ്റോൺസ് ഞാൻ പകുതി വരെ, അതായത് ഒരു എക്സിൻ്റെ ഷേപ്പിലാണ്. ഒരു മൂൺ സ്റ്റോൺ ഇങ്ങോട്ട്, അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചു. ഒരു എക്സിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈനിൽ ഞാൻ അങ്ങനെ വെച്ചു. അങ്ങനെ ഞാൻ പകുതി വരെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ വയ്ക്കാം, ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ വയ്ക്കാം. ഞാനിവിടെ സെറാമിക്കിൻ്റെ കുന്തൻ സ്റ്റോണാണ് വെച്ചത്. സെറാമിക്കിൻ്റെ കുന്തൻ സ്റ്റോൺ അവിടെ കൊടുത്ത് ഞാനതങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പല കളറിലും ഒരുപാട് മാറ്റിലും അവൈലബിൾ ആണ്. ഇത് ഗ്ലാസ് ബീഡ്സ് ആണ്. മാറ്റ് കുന്തൻ സ്റ്റോണും അവൈലബിൾ ആണ്. അവസാനം ഞാൻ നമ്മുടെ ചെയ്ത് വെച്ച പാച്ചസും കൊടുത്തങ്ങ് ഫിനിഷ് ചെയ്തു. നോക്കി, നല്ല ഭംഗിയല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.